നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഉത്തര കൊറിയൻ ഏകാധിപതി കിം ജോങ് ഉൻ യുദ്ധവെറിയൻ സൈന്യത്തോടെ യുദ്ധത്തിന് തയ്യാറെടുത്തുകൊള്ളാൻ ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. വെള്ളിയാഴ്ച പടിഞ്ഞാറൻ തീരത്തെ നാഫോയിലെ ഒരു കപ്പൽശാലയിൽ സന്ദർശനം നടത്തവെയാണ് കിമ്മിൻ്റെ ഈ യുദ്ധവെറി പൂണ്ട ആഹ്വാനം. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ കടലിലേക്ക് ക്രൂയിസ് മിസൈലുകൾ തൊടുത്തു വിട്ടുകൊണ്ട് ആയുധ പരീക്ഷണങ്ങളിൽ ഉത്തര കൊറിയ ശക്തി കാട്ടുകയും ചെയ്തു. അതേസമയം പടിഞ്ഞാറൻ കടലിലേക്കുള്ള ഉത്തര കൊറിയൻ വിക്ഷേപണങ്ങൾ US, ദക്ഷിണ കൊറിയൻ സൈന്യങ്ങൾ വിശകലനം ചെയ്യുകയാണെന്ന് ദക്ഷിണ കൊറിയയുടെ ജോയിൻറ്റ് ചീഫ് ഓഫ് സ്റ്റാഫ് പറയുന്നു. ദക്ഷിണ കൊറിയൻ സൈന്യം ഒന്നിലധികം മിസൈലുകൾ കണ്ടെത്തിയെങ്കിലും ഒരു നമ്പറോ അവയുടെ ഫ്ലൈറ്റ് സവിശേഷതകളെക്കുറിച്ചുള്ള വിലയിരുത്തലോ കണ്ടെത്താനായില്ല. ഉത്തര കൊറിയ നടത്തുന്ന ക്രൂയിസ് മിസൈൽ പരീക്ഷണങ്ങൾ നാവികസേനയെ ശക്തിപ്പെടുത്തുന്നതിൽ കിം ശ്രദ്ധ ചെലുത്തുന്നുണ്ടെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് വിക്ഷേപണം നടന്നത്. തൻ്റെ ആണവായുധങ്ങളുടെയും മിസൈലിനെയും നേരിടാൻ സൈനിക സഹകരണം വർദ്ധിപ്പിച്ച അമേരിക്ക, ദക്ഷിണ കൊറിയ, ജപ്പാൻ എന്നീ രാജ്യങ്ങളെ പ്രതിരോധിക്കാൻ ആണവ സായുധ നാവികസേന കെട്ടിപ്പടുക്കാനുള്ള ശ്രമങ്ങൾക്കാണ് അടുത്ത മാസങ്ങളിൽ കിം ഊന്നൽ നൽകിയിരുന്നതെന്നും വാർത്തകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ ഉത്തര കൊറിയയുടെ ഔദ്യോഗിക ദേശീയ ന്യൂസ് ഏജൻസി കിം എപ്പോഴാണ് നാംഫോ സന്ദർശിച്ചതെന്ന് വ്യക്തമായിട്ടില്ല. തൻ്റെ നാവികസേനയെ ശക്തിപ്പെടുത്തുന്നത് രാജ്യത്തിൻ്റെ സമുദ്ര പരമാധികാരം സംരക്ഷിക്കുന്നതും യുദ്ധ തയ്യാറെടുപ്പുകൾ വേഗത്തിലാക്കുന്നതും ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി എടുത്തിട്ടുണ്ടെന്ന് കിം പറഞ്ഞതായി ദേശീയ ന്യൂസ് ഏജൻസി വ്യക്തമാക്കുന്നുണ്ട്. ഇതിനോടകം തന്നെ കൊറിയൻ ഉപദ്വീപിൽ പിരിമുറുക്കങ്ങൾ ഏറ്റവും ഉയർന്ന ഘട്ടത്തിലാണ്. ഉത്തര കൊറിയയ്ക്ക് ബദലായി അമേരിക്കയും അതിൻ്റെ ഏഷ്യൻ സഖ്യകക്ഷികളും അവരുടെ സംയുക്ത സൈനികാഭ്യാസങ്ങൾ ശക്തിപ്പെടുത്തുകയും പ്രതിരോധ തന്ത്രങ്ങൾ പുതുക്കുകയും ചെയ്യുന്നുണ്ട്.